സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. തൃശൂരിൽ കൊടകരയിൽ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 43-കാരൻ മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിലാണ് ഷിഗല്ല കണ്ടെത്തിയത്. ഉറവിടം കണ്ടെത്താൻ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തും. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ലെവിൻ, സംസ്ഥാനത്ത് വീണ്ടും ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? അരുണ്യ, 13-ാം തീയതി മരിച്ച വ്യക്തിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൃശൂർ കൊടകര സ്വദേശിയാണ്. ഇദ്ദേഹം പെട്ടെന്ന് വയറുവേദനയും പനിയും വന്ന് അസ്വസ്ഥനാവുകയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയുമായിരുന്നു. അസ്വാഭാവിക മരണമായതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇതോടുകൂടി ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏതായാലും ആശങ്ക നിലനിൽക്കുമ്പോൾ വയനാട്ടിലും മറ്റ് ജില്ലകളിലും ആശങ്ക നിലനിൽക്കുമ്പോൾ കോഴിക്കോടും ഒക്കെ നിലനിൽക്കുമ്പോഴും തൃശ്ശൂരിലേക്ക് കൂടി ആശങ്ക പരക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ജില്ലയിൽ 2 കേസുകൾ മാത്രമായിരുന്നു ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ബോധവൽക്കരണ പ്രവർത്തനങ്ങളടക്കം മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. പക്ഷേ ഈ ഒരു മരണത്തോടുകൂടി കൊടകര മേഖലയിലും ഷിഗല്ല ഭീതി ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് ഈ ഷിഗല്ല മരണം ഉണ്ടായി അത് സംബന്ധിച്ച് ഒരു വിവരം ലഭിച്ചിട്ടും അത് ഔദ്യോഗികമായി കൈമാറാൻ ജില്ലാ ഭരണകൂടമോ ആരോഗ്യ വകുപ്പ് അധികൃതരോ ഇതുവരെ തയ്യാറായിട്ടില്ല. കൊടകര കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും ജില്ലാ ഭരണകൂടത്തിൽ നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ ഇതുവരെ നമുക്കൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഏതായാലും 13-ാം തീയതിയാണ് രോഗബാധിതനായ 43 വയസ്സുകാരൻ മരണപ്പെട്ടത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഷിഗല്ല ആണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് ഏറെ വൈകിയാണ്, 2 ദിവസമാണെങ്കിൽ പോലും ഏറെ വൈകിയാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് അല്പം ആശങ്കപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യം. അരുണ്യ.